നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പ്ലാനിങ്, നമ്മുടെ ബിസിനസ് സ്റ്റഡീസിലെ 4ാമത്തെ ചാപ്റ്റർ പ്ലാനിങ് എന്നുള്ളതിനെ പറ്റി നമ്മൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ മനസ്സിലാക്കിയതാണ്. നമുക്കിനി അറിയേണ്ടത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്, പ്ലാനിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, പ്ലാനിങ്ങിൻ്റെ സവിശേഷതകൾ. അപ്പോൾ പ്ലാനിങ് എന്നുള്ളൊരു പ്രവർത്തനത്തിനെ പറ്റി കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് നോക്കാം എന്തെല്ലാമാണ് പ്ലാനിങ് എന്നുള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്. അതിൽ ആദ്യത്തെ ഒരു ഫീച്ചറായിട്ട് പറയുന്നത് പ്ലാനിങ് ഫോക്കസസ് ഓൺ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. ആസൂത്രണം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തുന്നത്? ലക്ഷ്യങ്ങൾ നേടുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ് പ്ലാനിങ്ങിൻ്റെ ആദ്യത്തെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പ്ലാനിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നൽകുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലാനിങ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തുന്നത്? നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ലക്ഷ്യമില്ലാത്ത ഒരാൾക്ക് അയാൾക്ക് എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കാം, എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കാം. അയാൾക്ക് അയാളുടെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷെ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെയല്ല. അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് എങ്ങനെയെങ്കിലും ആ ലക്ഷ്യങ്ങൾ നേടിയെടുത്തേ മതിയാവുകയുള്ളൂ. അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവർ ഉദ്ദേശിക്കുന്ന ഒരു ഫലം ഉണ്ടാവണം. അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്കം ഉണ്ടാവണം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്. അതാണ് നമ്മൾ ലക്ഷ്യങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ താല്പര്യപ്പെടുന്ന ഒരു സംഗതി, നമുക്ക് താല്പര്യമുള്ള നമുക്ക് വേണ്ട ഒരു ഫലം നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കണം. അങ്ങനെ ലഭിക്കണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ വളരെ ചിട്ടയായിട്ട് നമ്മൾ ഒരു ക്രമീകരണം നടത്തേണ്ടതുണ്ട്. ആ ക്രമീകരണം നടത്തുന്നതിന് വിളിക്കുന്ന പേരാണ് പ്ലാനിങ്. ആ ക്രമീകരണം നടത്തുന്ന കഴിഞ്ഞുപോയ കാര്യങ്ങളല്ല, ഭാവിയിലേക്കുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ചിട്ടപ്പെടുത്തി വയ്ക്കുന്നത്. ഭാവിയിൽ എന്ത് ചെയ്യണമെന്നുള്ളതിനെ പറ്റി നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച് വയ്ക്കുന്നതാണ്. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അത് ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്നവയാണ്. അപ്പോൾ എന്താണ് ലക്ഷ്യം? ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നയിക്കുന്നതാണ് പ്ലാനിങ്. ലക്ഷ്യമില്ലെങ്കിൽ പിന്നെ പ്ലാനിങ്ങിൻ്റെ ഒരു ആവശ്യകതയുമില്ല. പ്ലാനിങ് ഒരിക്കലും നിലനിൽക്കില്ല. അപ്പോൾ ആദ്യം ലക്ഷ്യം നിർണ്ണയിക്കുക. നമുക്ക് എങ്ങോട്ടാണ് എത്തേണ്ടത്? നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്താണ്? നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫലം, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് എന്താണ് എന്നുള്ളതിനെ പറ്റി ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി തീരുമാനിച്ച് വയ്ക്കണം. എക്സാമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കോവിഡിൻ്റെ ഇടയിലും നമ്മൾ ഓൺലൈനിലൊക്കെ നമ്മളിങ്ങനെ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട്, നല്ല മാർക്കോടുകൂടി, നമ്മുടെ കഴിവിനനുസരിച്ച് ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടി നമുക്ക് പാസ്സാവണം. ആ ലക്ഷ്യമുള്ളവരാണ് കൃത്യമായിട്ട് ഇങ്ങനെ ക്ലാസ് കേൾക്കുന്നതും ഓൺലൈനിലൂടെയൊക്കെ ക്ലാസ് കേൾക്കുന്നതും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് ഇങ്ങനെ ക്ലാസ് കേൾക്കുന്നത് ആ ഒരു ലക്ഷ്യമുള്ളത് കൊണ്ടാണ്. ആ ലക്ഷ്യമില്ലാത്തവർ ഈ ക്ലാസ്സുകളൊന്നും ശ്രദ്ധിക്കുന്നത് പോലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പ്ലാനിങ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്രവർത്തനങ്ങളെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. രണ്ടാമത് പറയുന്ന കാര്യമാണ് പ്ലാനിങ് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ആസൂത്രണം മാനേജ്മെൻറ്റിൻ്റെ ആദ്യ ധർമ്മമാണ്. അപ്പോൾ നമുക്കറിയാം, പ്ലാനിങ് എന്ന് പറയുന്നത് ചെയ്ത് തുടങ്ങുന്നതിന് മുൻപ് ഭാവിയിലേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കലാണ്. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിന് മുൻപാണ് ഭാവിയിൽ എന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നത്, അല്ലാതെ പ്രവർത്തിക്കുന്ന സമയത്തല്ല. നമ്മൾ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുന്നതിന് മുൻപാണ് ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനിച്ച് വയ്ക്കുന്നത്. അല്ലാതെ ഓരോ സന്ദർഭം വരുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കലല്ല അത്. ഒരു പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ്, ഓരോ വർഷത്തിൻ്റെയും തുടക്കത്തിൽ, അല്ലെങ്കിൽ ഓരോ ദിവസത്തിൻ്റെയും തുടക്കത്തിൽ, ഓരോ ആഴ്ചയുടെയും തുടക്കത്തിൽ, അല്ലെങ്കിൽ ഓരോ മാസത്തിൻ്റെയും ബിഗിനിങ്ങിൽ ആ പ്രവർത്തനം ചെയ്ത് തുടങ്ങുന്നതിന് മുൻപാണ് നമ്മൾ ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കണം, ഈ ആഴ്ചയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കണം, ഈ മാസത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കണം, ഈ വർഷത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ആ ഒരു കാലാവധി തുടങ്ങുന്നതിന് മുൻപാണ്. അപ്പോൾ ആദ്യം മാനേജർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് പ്ലാനിങ് ആണ്, മുൻകൂട്ടി തീരുമാനിച്ച് വയ്ക്കലാണ്. ഈ പ്ലാനിങ്ങിനനുസരിച്ചാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. ഇനി വരുന്ന മാനേജറിയൽ ഫങ്ഷൻസ് ആയിട്ടുള്ള ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഇതെല്ലാം നമ്മൾ തയ്യാറാക്കുന്നത്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നത് ഈ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്. അപ്പോൾ പ്ലാനിങ് എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രാഥമിക ധർമ്മം.
ഒരു മാനേജർ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു പ്രവർത്തനം പ്ലാനിംഗ് ആണ്. ഇതിന് ശേഷം ഈ പ്ലാൻ ചെയ്ത് വെച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ മാനേജീരിയൽ ഫങ്ഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പെർഫോം ചെയ്യുന്നത്. മറ്റുള്ള എല്ലാ മാനേജീരിയൽ ധർമ്മങ്ങളും നമ്മൾ പ്രവർത്തിക്കുന്നത് ഈ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ധർമ്മം, മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഒരു മാനേജർ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങളെ മുൻകൂട്ടി തീരുമാനിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് പ്ലാനിങ് ഈസ് പെർവസീവ്. പ്ലാനിങ് എന്തുള്ളതാണ്? സർവ്വവ്യാപിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പ്ലാനിങ് ഈസ് പെർവസീവ്. അടുത്തൊരു ഫങ്ഷൻ സർവ്വവ്യാപി അല്ലെങ്കിൽ പെർവസീവ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് എക്സിസ്റ്റ് ഇൻ എവ്രിവെയർ. ഇത് എല്ലാ സ്ഥലങ്ങളിലും ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് നിലനിൽക്കുന്നുണ്ട്. ഇറ്റ് എക്സിസ്റ്റ് എവ്രിവെയർ. എല്ലാ സ്ഥലങ്ങളിലും ഇത് നിലനിൽക്കുന്നുണ്ട്. ഇതൊരു ബിസിനസ്സിൻ്റെ സ്ഥാപനത്തിൽ മാത്രമല്ല. ഒരു ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ് അതിൻ്റെ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട്. അതുപോലെ ഒരു സോഷ്യൽ ഓർഗനൈസേഷനാണ്, നമ്മൾ കുടുംബത്തിൽ നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട്. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ മാത്രമല്ല, മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നടപ്പിലാക്കുന്ന ഒരു പ്രവർത്തനമാണ് പ്ലാനിങ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ, പഠന പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഒരു പരീക്ഷ അടുത്തു കഴിഞ്ഞാൽ, പരീക്ഷയുടെ ടൈം ടേബിൾ വന്നു കഴിഞ്ഞാൽ, ഒരു 1-2 മാസമാണ് നമുക്കിനി ബാക്കിയുള്ളതെങ്കിൽ 2-3 മാസം മുമ്പ് പരീക്ഷയുടെ ടൈം ടേബിൾ നമുക്ക് വരാറുണ്ട്. അന്ന് മുതൽ ഇനി പരീക്ഷ വരുന്നത് വരെ ഓരോ ദിവസം എത്ര ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം, ഏതെല്ലാം വിഷയങ്ങളാണ് ഓരോ ദിവസം കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ അയാളുടെ എല്ലാ മേഖലകളിലും, അയാളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നടപ്പിലാക്കുന്ന ഒരു പ്രവർത്തനമാണ് പ്ലാനിങ്. ഇതല്ലാതെ ഇതൊരു ബിസിനസ് സ്ഥാപനത്തിൽ മാത്രമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ മാത്രമായിട്ടോ നടപ്പിലാക്കപ്പെടുന്ന ഒരു പ്രവർത്തനമല്ല. മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നടപ്പിൽ വരുത്തുന്ന ഒരു പ്രവർത്തനമാണ് പ്ലാനിങ്. ഇനി അടുത്തത് 4ാമത്തെ ഫീച്ചർ പ്ലാനിങ്ങിൻ്റെ. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇതൊരു തുടർ പ്രക്രിയയാണ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരിക്കൽ ചെയ്ത് അവസാനിച്ചു, ഒരു പ്ലാൻ ചെയ്തു, അത് കഴിഞ്ഞു, അതിൻ്റെ ലക്ഷ്യം നേടിയെടുത്തു, അതോടൊപ്പം അവസാനിക്കുന്നതല്ല. വീണ്ടും നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. നമ്മൾ ഒരു വർഷത്തേക്ക് വേണ്ടി ഒരു പ്ലാൻ ചെയ്തു, ആ ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള പ്ലാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരും. അടുത്ത വർഷം അടുത്ത ലക്ഷ്യം നമ്മൾ നിർവചിക്കുന്നു. ആ ലക്ഷ്യത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ട് വരികയാണ്. ഇടയിൽ എന്തെങ്കിലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം ഉണ്ടായി, ഇതിനുവേണ്ടി നമ്മളൊന്നും പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും നമുക്ക് നിർത്താൻ കഴിയില്ല. ആ സാഹചര്യം നേരിടാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അപ്പോൾ നമ്മളൊരു പുതിയൊരു പ്ലാൻ തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ പ്ലാനിങ് എന്നുള്ളൊരു പ്രവർത്തനം ഒരിക്കലും ഇത് അവസാനിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിലും ഈ പ്ലാനിങ് എന്നുള്ളൊരു കാര്യം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു ലക്ഷ്യം നമ്മൾ നിർവചിച്ചു, ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചു. ആ ലക്ഷ്യം നേടിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും പുതിയൊരു ലക്ഷ്യം നമ്മൾ നിർണ്ണയിക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. പ്ലാൻ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. ചിലപ്പോൾ പ്ലാൻ ചെയ്തതിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം, ചിലപ്പോൾ അത് നടപ്പിലാക്കിയ സമയത്തുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം, ചിലപ്പോൾ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നതിൽ വന്നിട്ടുള്ള പാകപ്പിഴവുകളായിരിക്കാം. അപ്പോൾ എവിടെയാണ് പ്രശ്നം സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? അത് തിരുത്തണം, വീണ്ടും പുതിയ പ്ലാൻ ഉണ്ടാക്കണം. അതിനനുസരിച്ച് നമ്മൾ വീണ്ടും കാര്യങ്ങൾ പ്രവർത്തിച്ച് തുടങ്ങുകയും വേണം. അപ്പോൾ പ്ലാനിങ് എന്നുള്ളത് ഒരിക്കലും അവസാനിക്കാത്തൊരു പ്രോസസ്സാണ്. ഒരു പ്ലാൻ നടപ്പിലാക്കി കഴിഞ്ഞാൽ അടുത്ത പ്ലാൻ തയ്യാറാക്കണം, അത് വീണ്ടും നടപ്പിലാക്കുകയും വേണം. സോ ഇറ്റ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ്സ് ഓർ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഒരിക്കലും അവസാനിക്കാത്ത തുടർച്ചയായ ഒരു പ്രക്രിയയാണ് പ്ലാനിങ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ 4 കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. പ്ലാനിങ്ങിൻ്റെ 4 ഫീച്ചേഴ്സാണ്. ആദ്യം, അത് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്ലാനിങ് എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ പ്രാഥമിക ധർമ്മമാണ്, പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. 3ാമത്, പ്ലാനിങ് സർവ്വവ്യാപിയാണ്, ഇറ്റ് ഈസ് പെർവസീവ്. 4ാമത്, ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓർ നെവർ എൻഡിങ് പ്രോസസ്സ്. അത് തുടർ പ്രക്രിയയാണ്.
ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അടുത്ത ഫീച്ചേഴ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.